الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وما بكم من نعمة فمن الله ثم إذا مسكم الله فإليه تلجأون صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. അല്ലാഹുവിൻ്റെ മഹത്തായ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളായി തീരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അല്ലാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ച് അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യർ. മറ്റൊന്ന്, അല്ലാഹുവിൻ്റെ അനുഗ്രഹം ആവോളം സ്വീകരിച്ചിട്ടോ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന മനുഷ്യർ. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറ. നന്ദി കാണിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മാർഗദർശനം, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്ന അവസ്ഥ. വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത് അല്ലാഹു തആലയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സദാ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല ചെയ്ത നിഅമത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സത്യവിശ്വാസി നിഅമത്തുകളെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അത് പുതിയ കാലത്ത് ആ നിഅമത്തുകളെ വളരെ കൂടുതൽ അറിവോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന് വിജ്ഞാനം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ലുഖ്മാനുൽ ഹക്കീമിന് അല്ലാഹു തആല തത്വജ്ഞാനം നൽകി. അദ്ദേഹത്തിന് നൽകിയ വിജ്ഞാനത്തിൻ്റെ ആകത്തുക അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുക എന്നതാണ്. ആരെങ്കിലും അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തിയാൽ അതിൻ്റെ ഗുണം അവന് തന്നെയാണ്. ഒരാൾ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചു എന്നതിൻ്റെ പേരിൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കില്ല. അവൻ എത്രയോ നിരാശ്രയനും സ്തുത്യർഹനുമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ലുഖ്മാനുൽ ഹക്കീമിൻ്റെ ചരിത്രം തന്നെ വിവരിക്കുന്നത്.
അപ്പോൾ നമുക്ക് അറിവുകളും വിജ്ഞാനവും കിട്ടുമ്പോൾ അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങളെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കും. ഇന്ന് ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന ഒരാൾക്കറിയാം നമ്മളെ അല്ലാഹു തആല ഈ ഭൂമിയിൽ സെറ്റ് ചെയ്തത് എത്ര വലിയ അനുഗ്രഹത്തിൻ്റെ പുറത്താണ്. 1000 സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് അല്ലാഹു തആല നമ്മളെ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ വസഖറ ലക്കുമുൽ ലൈല വൻ നഹാർ വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാന ലസലൂമുൻ കഫാർ. അവൻ സൂര്യനെ ചന്ദ്രനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, രാവും പകലും നിങ്ങൾക്ക് പറ്റിയ വിധത്തിലാക്കി തന്നു. അള്ളാഹു നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ സന്ദർഭാനുസൃതം നൽകി. അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങളൊന്നും എണ്ണി നോക്കി തിട്ടപ്പെടുത്താൻ കഴിയില്ല. നമ്മൾക്കിങ്ങനെ രാവിലെ പകല് സൂര്യൻ്റെ വെളിച്ചം കിട്ടുന്നു എന്ന് നമ്മൾ പറയും. പക്ഷെ എത്ര വലിയ ഒരു സംവിധാനത്തിലൂടെയാണ് ആ സൂര്യൻ്റെ വെളിച്ചം ഇവിടെ കിട്ടുന്നത്. 150 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് സൂര്യൻ്റെ പുറത്തെ ചൂട്. അതിനെ അത്ഭുതകരമായി ക്രമീകരിച്ച് ഭൂമിക്ക് താങ്ങാവുന്ന പാകത്തിലാണ് അല്ലാഹു തആല അതിനവിടെ എത്തിച്ചിരിക്കുന്നത്. അത് റേഡിയേഷൻ സിസ്റ്റത്തിലാണെന്നാണ് പറയാറ്, വികിരണ രീതി. ഈ ചൂട് വരുന്ന വഴിയിൽ മൈനസ് തണുപ്പാണ്. -डिग्री തണുപ്പുള്ള പ്രദേശത്ത് കൂടെയാണ് ഒരു മുകൾ ഭാഗത്തേക്ക് പോകുമ്പോഴും തണുപ്പ് കൂടി വിമാനത്തിലൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിമാനത്തിന് പുറത്തുള്ള തണുപ്പ് രേഖപ്പെടുത്തി കാണും. അതിൽ -20 -30 ഡിഗ്രി തണുപ്പാണ്. അതിലൂടെയാണ് വേറൊരു രീതിയിൽ റേഡിയേഷൻ സിസ്റ്റത്തിലാണ് നമുക്ക് ആവശ്യമുള്ള ചൂട് നിശ്ചിത അകലത്തിൽ അല്ലാഹു തആല ഒരുക്കി തരുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മഴ ഒരുക്കി തരുന്നത്. പടച്ചോൻ ചെയ്ത അനുഗ്രഹങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു പൊട്ടയായിരുന്നു, നമ്മൾ കാണാൻ കഴിയാത്ത ഒരു ഏകകോശം. ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയാണ് അല്ലാഹു തആല നമ്മളെ ഒരുക്കി തന്നത്. 10 മാസം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലാഹ് ഫിറ്റ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കില്ല. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ. അല്ലാഹു നിങ്ങളെ മാതാക്കളുടെ ഉദരത്തിൽ നിന്ന് ഒന്നും അറിയാത്തവരായി പുറത്തു കൊണ്ടുവന്നു. പിന്നെ അവൻ നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകി, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. നമ്മൾ വന്നത് നമുക്ക് ഓർമ്മയില്ല, നമ്മളെ കുട്ടികൾ വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഏകകോശാണ്. 10 മാസത്തിനുള്ളിൽ എല്ലുകൾ, മാംസം, കിഡ്നി, നെഫ്രോണുകൾ, തലച്ചോറ്, ഹൃദയം, കാഴ്ച, കേൾവി എല്ലാം നമ്മളറിയാതെ ഉമ്മ അറിയാതെ അല്ലാഹു തആല കുഞ്ഞിന് സെറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ആ കുട്ടിക്ക് വേണ്ട ഭക്ഷണവും വായുവും നൽകി. അത്ഭുതകരമായി മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കുഞ്ഞിന് ജീവിക്കാൻ അനുകൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ അല്ലാഹു തആല ദുനിയാവിൽ ഒരുക്കി കൊടുത്തു. നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ബാങ്ക് ബാലൻസ് എന്തോ നോക്കിയിട്ട് കുറവാണല്ലോ എന്ന് എഴുതി വലിയ അനുഗ്രഹം ഇല്ല എന്ന് പറയുന്നത് തികഞ്ഞ ധിക്കാരമാണ്. പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. അതാണ് ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാനം വതഖ്ലുഖൂന ഇഫ്കാ ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖാ ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറൂ ഇലൈഹി വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. അല്ലാഹുവിനെ വിട്ട് നിങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുന്നത് ചില വിഗ്രഹങ്ങളെയാണ്. നിങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണ് അതൊക്കെ. അല്ലാഹുവിനെ വിട്ട് നിങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഒന്നും നൽകാൻ, ഒരു ഉപജീവനം നൽകാനും കഴിയില്ല. അതിനാൽ നിങ്ങൾ അല്ലാഹുവിനോട് ഉപജീവനം തേടുക, അവന് മാത്രം വഴിപ്പെടുക, അവനോട് നന്ദി കാണിക്കുക. ഇസ്ലാമിൻ്റെ കൽപ്പന അതാണ്. അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ടി ഇതൊക്കെ സെറ്റ് ചെയ്ത ഈ അനുഗ്രഹങ്ങളെ എപ്പോഴും ചിന്തിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കണ്ണ് കാണാത്തൊരു മനുഷ്യനെ കാണുമ്പോഴാണല്ലോ ഈ കണ്ണിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. നടക്കാൻ വയ്യാത്ത ഒരാളെ കാണുമ്പോഴാണ് കാലിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില ആളുകളെ കാണുമ്പോഴാണ് അല്ലാഹു തആല ചെയ്തു തന്ന
ഞാമത്തുകളെക്കുറിച്ച് നമ്മൾ അറിയുന്നത്, ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ഒരാശുപത്രിയിൽ പോകുമ്പോഴാണ് നമുക്ക് കിട്ടിയ ആരോഗ്യത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് മാനസിക രോഗികളെ കാണുമ്പോഴാണ് അല്ലാഹു തആല ഈ ബുദ്ധിപരമായ കഴിവ് നമുക്ക് നൽകിയതിൻ്റെ, ബ്രെയിൻ നമുക്ക് നൽകിയതിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് വിശ്വാസി എപ്പോഴും പടച്ച തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളെ സദാ ഓർക്കുകയും ഓരോ സന്ദർഭത്തിലും അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ വറ്റ് കഴിക്കുമ്പോഴും അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്തണം. നന്ദിയുടെ ഒരു മനസ്സാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന സൗഭാഗ്യം. ലിസാൻ ദാക്കിർ ഖൽബുൻ ഷാക്കിർ, നന്ദിയുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. പടച്ചവനോട് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സ്. നമ്മൾ ചില ആളുകളൊക്കെ ചെയ്യൽ വലിയ അബദ്ധങ്ങളാണ് കാണിക്കാറ്. എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ എന്താ ഒക്കെ പ്രയാസമാണ്, കഷ്ടപ്പാടാണെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. രോഗം സുഖമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇന്ന വയ്യായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അതേസമയം ദീനിൻ്റെ ഒരു കൾച്ചർ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് പ്രയാസം ചോദിച്ചാലും ബാക്കി കിട്ടിയ നേട്ടങ്ങളെ സ്തുതിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് പറയണം, അൽഹംദുലില്ലാ ഇത്രയൊക്കെ ആരോഗ്യമുണ്ട്. ഒരു സുഹൃത്തൊരിക്കൽ പറഞ്ഞ പോലെ ആക്സിഡൻറ്റിൽ വല്ലാതെ മുറിവ് പറ്റി കിടക്കുന്ന ഒരു മനുഷ്യനെ താങ്ങിയെടുക്കുമ്പോൾ എന്തെങ്കിലും പറ്റുമോ ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഇത്രേ പറ്റിയിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറം പറ്റിയിട്ടില്ലല്ലോ, അൽഹംദുലില്ലാ എനിക്ക് ഇത്രേ പറ്റിയിട്ടുള്ളൂ, ബാക്കി അല്ലാഹു തആല എനിക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രൂപം നമുക്കുണ്ടാവും. ശരിക്കും ഒരാൾ ഇരുന്നിട്ട് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് എണ്ണി നോക്കിയേ തീരൂല. മനസ്സ് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. നമ്മളറിയാത്ത ഒരുപാട് സംഗതികളുണ്ട്. നമ്മളിപ്പോൾ ഭക്ഷണം കൊണ്ട് കഴിക്കല്ലേ, കുറേ കഴിയുമ്പോൾ മറ്റൊരു ഭക്ഷണം അതിലെ പോഷകങ്ങളൊക്കെ വലിച്ചെടുത്ത മാലിന്യങ്ങൾ പുറത്തേക്ക് വരുന്നതിന് വേണ്ടി ഈ ശരീരത്തിൻ്റെ ആന്തരിക അവയവത്തിൽ എന്തെല്ലാം സംവിധാനം അത് ഏർപ്പെടുത്തിയിരിക്കണം. കിഡ്നി ഒന്ന് തകരാറായ ആളുകൾ ആലോചിച്ച് നോക്കട്ടെ, അവരെ ഭക്ഷണം കഴിച്ചതും കുടിച്ചതൊന്നും പിന്നെ ദഹിക്കുന്നില്ല, അവർ വീർത്ത് വരികയാണ്. നമ്മുടെ കിഡ്നിയിൽ 10 ലക്ഷം നെഫ്രോണുകളുണ്ടെന്നാണ് പറയുന്നത്. 10 ലക്ഷം നെഫ്രോണുകളിൽ അനേക ലിറ്റർ രക്തം മരിച്ചരിച്ചെടുത്താണ് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ കഴിച്ച മണമുള്ള നിറമുള്ള മധുരമുള്ള ജ്യൂസ് യൂറിനായിട്ട് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഘടനയിലൊരു ചെറിയത്. അതുകൊണ്ടാണ് അവിടെയൊക്കെ പ്രാർത്ഥനകൾ അല്ലാഹു തആല പഠിച്ച അൽഹംദുലില്ലാ അദ്ഹബനി അന്നിൽ അദാബ എന്നിൽ നിന്ന് ഈ മാലിന്യത്തെ നീക്ക ചെയ്ത അല്ലാഹുവേ നിനക്ക് സ്തുതി, വാഫാനി എനിക്ക് ആരോഗ്യം നൽകിയ അല്ലാഹുവേ. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് അല്ലാഹ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരും, അല്ലാഹുവിനോട് ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും. ഇന്ന അവ്വലുമായി യുസ്അലു അൻഹുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നഈം അൻ യുഖാലു ലഹു അലം നുസിഹ്ക ലക ജിസ്മക വനുർവിയക മിനൽ മാഇൽ ബാരിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അവ്വലമായി യുസ്അലു അൻഹുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നഈം. ഒരടിമയോട് അല്ലാഹു തആല ആദ്യം ചോദിക്കുക അവൻ അല്ലാഹ് കൊടുത്ത ഞാമത്തുകളെ കുറിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ വലിയ കൊട്ടാരം വീടും പറമ്പും ഫാക്ടറിയൊന്നല്ല. അല്ലാഹ് ചോദിക്കുന്ന ഞാമത്തുകളിൽ ഒന്നാമത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹ് ചോദിക്കും, അലം നുസിഹ്ക ലക ജിസ്മക, നിനക്ക് ആരോഗ്യമുള്ളൊരു ശരീരം തന്നില്ലേ, നിനക്ക് നടക്കാനും പറയാൻ ജീവിക്കാനും പറ്റുന്നൊരു ശരീരം നിനക്ക് തന്നില്ലേ, വനുർവിയക മിനൽ മാഇൽ ബാരിദ്, കുടിക്കാൻ തണുത്ത വെള്ളം തന്നില്ലേ, ആ വെള്ളം തന്നത് നിസ്സാര കാര്യമല്ല. ലോകത്ത് 2 വിഭാഗം ജനങ്ങളും നല്ല ശുദ്ധജലം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരാണെന്നാണ് പറയുന്നത്. നമുക്കത് കുടിക്കാനുള്ള വെള്ളം തന്നില്ലേ, ആ കുടിച്ച വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ ഘടകങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ ആന്തരികമായി സംവിധാനിച്ചില്ലേ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശന്ന് പൊരിഞ്ഞിട്ട് പ്രവാചകൻ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. വല്ലാത്ത വിശപ്പ്, അസഹനീയമായ വിശപ്പ്. ഒരു സഹാബി തൻ്റെ തോട്ടത്തിൽ നിന്ന് കാരക്ക പറിച്ചെടുക്കുന്നത് കാണും. അപ്പം നബി വെറുതെ സലാം ചൊല്ലിയതാണ്. നബിയെ കണ്ടപ്പോൾ സഹാബിക്ക് സന്തോഷമായി. ഇവര് വെറുതെ നബി വിശന്നിറങ്ങിയതാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പറിച്ചുകൊണ്ടിരിക്കുന്ന കാരക്കയിൽ നിന്ന് 2 കാരക്കയും ഒരു ചെറിയ കപ്പ് വെള്ളവും റസൂലുള്ളാഹിക്ക് വെറുതെ ആതിഥ്യ മര്യാദ പോലെ കൊടുത്തതാണ്. പക്ഷേ വിശന്നിട്ട് കാരക്ക പോലും തിന്നാൻ കിട്ടാതെ റസൂൽ വന്നതാണ്. ആ കാരക്ക കുടിച്ച്, ആ കാരക്ക തിന്ന്
അര ഗ്ലാസ് വെള്ളവും കുടിച്ചപ്പോൾ റസൂല് പൊട്ടിക്കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അപ്പം പറഞ്ഞു, സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. ഈ രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ചും നാളെ അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. റസൂല് പറയുന്നുണ്ട്, ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അത് പച്ചവെള്ളവും കാരക്കയുമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും വലിയ അനുഗ്രഹമാണ്. നമ്മൾ കഴിക്കുന്ന ഒരു മറ്റു വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിലാക്കണം, ലോകത്തിലെ 150 കോടി മനുഷ്യരിന്നും പട്ടിണി കിടക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കരുതണം, പലസ്തീനിൻ്റെയും പല മേഖലകളിലും ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുകയാണ്. ആ കുട്ടികൾ ലോകത്തോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്തിരി ഭക്ഷണം എന്താ, ഞങ്ങൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശന്ന്. ലോകത്തിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഭക്ഷണം കൊടുക്കാതെ കൊന്നൊടുക്കുന്ന കിരാതമായ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിൽ തട്ടി പറയണം, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി, എന്നെ തീറ്റിച്ച റബ്ബേ നിനക്ക് സ്തുതി എന്ന് പറയണം. നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. താഴേക്ക് നോക്കിയാൽ ആ അനുഗ്രഹത്തിൻ്റെ വില ഒരുപാട് മനസ്സിലാവും. നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആളുകൾ കഷ്ടപ്പെടുന്നത് കാണാം, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ കഷ്ടപ്പെടുന്നത് കാണാം, നമ്മളെക്കാൾ നമുക്കുള്ള പല അനുഗ്രഹങ്ങളും ലഭിക്കാത്ത 10,000-കണക്കിന് മനുഷ്യർ ലോകത്തുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദീർഘമായി രാത്രിയിൽ നമസ്കരിച്ചിരുന്നു. അന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂമു മിനൽ ലൈൽ ഹത്താ തതഫത്തറ ഫദമാ. അദ്ദേഹത്തിൻ്റെ കാലിൽ നീര് വരുന്നത് വരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി നമസ്കരിക്കുകയാണ്. ഫഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ താങ്കൾ എന്തിനാണ് ഇത്രയേറെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹു തആല താങ്കളുടെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു തന്നതല്ലേ, അള്ളാഹ് പുറത്തു തന്നു എന്ന് പ്രഖ്യാപിച്ചതല്ലേ, കഴിഞ്ഞുപോയ പാപവും വരാനിരിക്കുന്ന പാപവും പുറത്തു എന്ന് പറഞ്ഞതല്ലേ അള്ളാഹ്. പിന്നെ താങ്കൾ എന്തിന് കാലിൽ നീര് വരും പോലെ രാത്രി ദീർഘമായി നിസ്കരിക്കുന്നത് എന്തിനാണ്, ഇത്രയേറെ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ മറുപടിയാണ് കൊടുത്തത്. ഖാല, റസൂൽ പറഞ്ഞു, അഫലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നല്ല നന്ദിയുള്ള അടിമയായി തീരാൻ ഞാൻ ഇഷ്ടപ്പെടില്ലേ? അള്ളാഹ് തന്നു എന്നുള്ളത് ശരിയാ, തന്നു വിചാരിച്ച് ഞാൻ രക്ഷപ്പെടില്ല. അള്ളാന്റെ പാപം പൊറുത്തു എന്നുള്ളവർക്ക് ഞാൻ കുതറിമാറുകയല്ല. അള്ളാഹ് എനിക്ക് തരുമ്പോഴും എനിക്ക് പാപം പൊറുക്കുമ്പോഴും ഞാൻ അള്ളാഹിനോട് കൂടുതൽ നന്ദിയുള്ളവനായി അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും ഓരോ വിഷയത്തിലും അള്ളാഹിൻ്റെ നിയാമത്തുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച ഒരു രീതി നമ്മൾ ചെയ്യണം. നന്ദി രേഖപ്പെടുത്തുന്നതിന് 3 രീതിയാണ് മഹാന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അശ്ശുക്രു യകൂൻ ബിൽ ഖൽബി, ഒന്ന് ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ്. ഹൃദയം കൊണ്ടുള്ള നന്ദി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും ഹൃദയത്തിൽ അല്ലാഹ് ഉണ്ടാവണം, എപ്പോഴും ഹൃദയത്തിൽ അല്ലാഹ് ചെയ്ത അനുഗ്രഹം ഉണ്ടാകണം. എപ്പോഴും പടച്ചോൻ തന്ന നിയാമത്തുകൾ, ആ നിയാമത്തുകളെ ബഹുമാനപൂർവ്വം ഉൾക്കൊള്ളണം. ഹൃദയത്തിൽ അല്ലാഹ് തന്ന നിയാമത്തുകളെ അംഗീകരിക്കണം. അള്ളാഹുവിൻ്റെ നിയാമത്തുകളെ മനസ്സിൽ ഇങ്ങനെ താലോലിച്ചിരിക്കണം. അള്ളാഹ്ക്ക് എപ്പോഴും സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കണം. അൽഹംദുലില്ലാ എന്ന് പറയുന്ന മനസ്സുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ നന്ദിബോധം ഉണ്ടാവണം. ആ ഹൃദയത്തിൽ രണ്ടാമത്, ആ ഹൃദയത്തിൻ്റെ നന്ദി എന്ന് പറയുന്നത് ഖുദൂഅൻ വസ്തഖാന, ഭയഭക്തിയും മിതത്വവുമൊക്കെ സമർപ്പണവുമൊക്കെയാണ് അതിലുണ്ടാകേണ്ടത്. രണ്ടാമത്തെ നന്ദി എന്ന് പറഞ്ഞാൽ വബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള നന്ദിയാണ്. ഒരു മനുഷ്യനോട് ഒരല്ലലും അൽറ്റലും നമ്മൾ പറയാൻ പാടില്ല. അത് അള്ളാഹിനോടുള്ള നന്ദി കേടാണ്. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ അള്ളാഹു അനുഗ്രഹമാണ് തനിക്ക് ചെയ്തു തന്നിരിക്കുന്നത് എന്നേ പറയാവൂ. നമ്മളൊരു പക്ഷേ വിശക്കുന്നുണ്ട്, പട്ടിണി കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് പട്ടിണിയാണോ? അൽഹംദുലില്ലാ, ഒരുവിധമൊക്കെ കഷ്ടിച്ച് പോകുന്നുണ്ട്, അള്ളാഹിൻ്റെ അനുഗ്രഹം വലുതാണ് എന്ന് പറയാം.
എന്നിട്ട് കാര്യം പറയാം. നിങ്ങൾക്ക് ആരോഗ്യമില്ലേ? അൽഹംദുലില്ലാ, ഒരുപാട് കാര്യം. അതുകൊണ്ടാണ് ഒരു ചരിത്രത്തിൽ കാണാൻ കഴിയും, കണ്ണ് കാണാത്ത മുടന്തനായൊരു മനുഷ്യൻ എപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, ഇങ്ങനെ കണ്ണും കാണൂല, മുടന്തുമാണ്, നടക്കാനും വയ്യ, എന്നിട്ട് നിങ്ങൾ അൽഹംദുലില്ലാ പറയുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കണ്ണും കാണില്ല, നടക്കാനും വയ്യ, ഒന്നിനും വയ്യെങ്കിൽ പോലും എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് ബുദ്ധിപരമായ കഴിവുണ്ട്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നുണ്ട്, എനിക്ക് മക്കളുണ്ട്, അൽഹംദുലില്ലാ 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 എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് ഹംദാണ് വരേണ്ടത്. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ, അത് തുലാസിൽ കനം തൂങ്ങുന്നതാണ്. ആ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫാത്തിഹ സൂറത്ത് ആരംഭിക്കുന്നത്, കഹ്ഫ് സൂറത്ത് ആരംഭിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കണം. പടച്ചോൻ തന്നതിനെ ചെറുതായി കാണാൻ പാടില്ല, പടച്ചോൻ തന്നതിനെ വലുതായി കാണണം. അതിനെനിക്ക് എൻ്റെ റബ്ബ് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹിനോടുള്ള നന്ദി നാവിൽ നിന്നുണ്ടാകണം. അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത് എൻ്റെ കഴിവുകൊണ്ടാണെന്ന് പടച്ചോനെ ഒരു സെക്കൻഡിലും പറഞ്ഞു പോകരുത്. ഞാൻ ഉണ്ടാക്കിയ കാശ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, എനിക്ക് പാരമ്പര്യമായി കിട്ടിയ കാശ്, എൻ്റെ മിടുക്ക്, എൻ്റെത് എന്നത് പച്ച തെറ്റാണത്. നിന്റെ കയ്യിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്, നിന്റെ കയ്യിലുള്ളതെല്ലാം അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ അബദ്ധത്തിൽ നമ്മൾ ചെന്ന് ചാടുമെന്നാണ്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തില് നല്ല പഠിക്കണം. നിങ്ങൾക്കുണ്ടാവുന്ന ഏത് അനുഗ്രഹവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ളത് മുഴുവൻ അള്ളാഹ് തന്നതാണ്. വെറും കയ്യോടെ വന്നവരാ നമ്മള്, വെറും കയ്യോടെ പോകുന്നവരാ നമ്മള്. നിങ്ങൾക്കുണ്ടാകുന്ന ഏത് അനുഗ്രഹവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾക്ക് വല്ല വിപത്തും വന്നുപെട്ടാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളതൊക്കെ അള്ളാഹ് തന്നതാണ്, എൻ്റെ മിടുക്കല്ല. നമ്മളെക്കാൾ മിടുക്കന്മാർ ഇതിന് പ്രയാസപ്പെടുന്നുണ്ട്. നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആളുകൾ, ഇത്രയും ബുദ്ധിപരമായിട്ടുള്ള കഴിവുള്ള ആളുകൾ ഇതിനേക്കാൾ പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മളെക്കാൾ എന്തോ നിലക്ക് അള്ളാഹ് നമുക്ക് തന്നതാണ്. അത് നമ്മുടെ മിടുക്കായിട്ടെങ്ങാനും തോന്നിപ്പോയാൽ നന്ദികേടാവും. നന്ദികേട് കുഫ്റാണ്. അത് അങ്ങേയറ്റത്തെ ധിക്കാരത്തിൻ്റെ നിലപാടാണ്. എൻ്റെ കയ്യിലുള്ളതൊക്കെ, എൻ്റെ ആരോഗ്യം, എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കള് എല്ലാം അള്ളാഹുവിൻ്റെതാണ്. മക്കൾ മരിച്ചാൽ നമ്മളെന്താ പറയാ? നമ്മളെ മക്കൾ മരിച്ചാൽ പോലും നമ്മൾ പറയാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മക്കൾ അള്ളാഹിൻ്റെതാണ്, ഞാനും അള്ളാഹുവിൻ്റെതാണ്. നമ്മളെ കുട്ടീനെ കണ്ടാൽ അങ്ങനെയൊക്കെ വളർത്തേ. നമ്മൾ ആയത്തുൽ കുർസിയിൽ പഠിക്കുന്നുണ്ടല്ലോ, ആകാശം ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്, പടച്ചോൻ്റെതാണ്. ആ മനസ്സോട് കൂടിയ നാവോട് കൂടിയായിരിക്കണം നമ്മൾ വർത്താനം പറയണ്ടേ. ഒരിക്കലും എൻ്റെ വീട് എൻ്റെത് എന്നുള്ളതല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കൊരു വീട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നത് ഞാൻ ചെയ്യുന്നു, പടച്ചോൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിനെ. നിന്റെ റബ്ബിൻ്റെ നിയമത്തിനെ കുറിച്ച് നീ നന്നായി പറയണം, നിന്റെ റബ്ബിൻ്റെ നിയമത്തിനെ കുറിച്ച് നീ ഉദ്ഘോഷിക്കണം. എൻ്റെ മിടുക്കല്ലത്, ഇതെൻ്റെ റബ്ബിൻ്റെ കഴിവാണ്, എൻ്റെ റബ്ബിൻ്റെ ദാനമാണ്. എന്ന് പഠിപ്പിച്ചത് അവിടെയാണ്. കാരണം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിൻ്റെ കാര്യം വലിയ അത്ഭുതം തന്നെയാണ്. ഇന്ന അംറുഹു കുല്ലുഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യവും ഖൈറാണ്. വലൈസ ദാലിക ബിഅഹദിൻ ലിഅഹദിൻ ഇല്ലൽ മുഅ്മിൻ, മുഅ്മിൻ അല്ലാതെ മറ്റൊരാൾക്ക് അത് കിട്ടൂല. ഇന്ന സാബത്തുഹു സറാഉൻ ശക്കറ വകാന ഖൈറൻ ലഹു, അവനെന്തെങ്കിലും നല്ല കാര്യം ഉണ്ടായാൽ അവൻ നന്ദി കാണിക്കുക ചെയ്യുക, അത് അവന് ഖൈറാണ്. ഇനി വൈനസാബത്തുഹു ദർറാഉൻ സബറ വകാന ഖൈറൻ ലഹു, എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലും അത് ക്ഷമിക്കും. അപ്പോഴൊന്നും അള്ളാഹിനെ കുറ്റം പറയുന്നവനോ തല തല്ലി കീറുന്നവനോ പടച്ചോനെ കുറ്റം പറയുന്നവനോ ആവില്ല സത്യവിശ്വാസി. അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അതിൻ്റെതായ രൂപത്തിൽ ഉൾക്കൊള്ളുന്നവനായിരിക്കും. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാൻ കഴിയും. ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ലത ഫയഹ്മദുഹു അലൈഹാ ഔ യശ്രിബ ശർബ ഫയഹ്മദുഹു അലൈഹാ. അല്ലാഹു അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, തീർച്ചയായും ഭക്ഷണം കഴിച്ച്
അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന, വെള്ളം കുടിച്ച് അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന അടിമയെയാണ് അള്ളാഹു തൃപ്തിപ്പെടുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ കുടിക്കും, മറന്നു അൽഹംദുലില്ലാ എന്ന് പറയാൻ. വെറുതെ ചടങ്ങ് പോലെ അൽഹംദുലില്ലാ പറഞ്ഞാൽ പോരാ. ആ വെള്ളം കുടിക്കാനും അത് ശരീരത്തിലേക്ക് എത്താനും, ഒരു ഭക്ഷണം കഴിക്കാനും അത് ശരീരത്തിൽ പോഷണം കിട്ടാനും, ആ ശരീരത്തിലേക്ക് ആ ഭക്ഷണം നമ്മുടെ വീട്ടിലേക്ക് എത്താനും നമ്മുടെ കയ്യിലേക്ക് എത്താനും ഉദവി നൽകിയ ആള് അല്ലേ. ചിലപ്പോൾ ഈ അള്ളാഹ്ക്ക് ഒരൊറ്റ നിമിഷം വിചാരിച്ചാൽ മതി ഈ അനുഗ്രഹം കളയാൻ. നിങ്ങൾക്കറിയോ, മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനമുള്ള രാജ്യമായിരുന്നു കുവൈറ്റ്. കുവൈറ്റ് ഏറ്റവും സമ്പന്ന രാഷ്ട്രമാണ്. അന്നാണ് സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചത്. അന്ന് കുവൈറ്റുകാരൻ ആക്രമിക്കുന്നതിൻ്റെ തലേ ദിവസം ഉറങ്ങിയത് ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പെർ ക്യാപിറ്റ ഇൻകമുള്ള രാജ്യത്തിൻ്റെ ആൾ എന്ന നിലക്കായിരുന്നു. സദ്ദാം ആക്രമിച്ചു, കുവൈറ്റിലാകെ ബന്ധായി. അടുത്ത 2 ദിവസമായപ്പോഴേക്കും നമ്മളെന്നല്ല 10 പേരിൽ അരിയുള്ള പോലെ അവിടെ ഒന്നുമില്ലല്ലോ, പട്ടിണികയായി. ലോകത്തിലെ ഏറ്റവും വലിയ പെർ ക്യാപിറ്റ ഇൻകമുള്ള വരുമാനമുള്ള ആളുകളെ ഭക്ഷണത്തിന് നെട്ടോട്ടമുടുകയായി. അവരെ അതാണ് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലെ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ൽ പറഞ്ഞു, ഒരു ജനതയുടെ ഉദാഹരണമായിട്ട് പറഞ്ഞു, അവർക്ക് നാനാ ഭാഗത്തുനിന്നും അള്ള നിയമത്തുകൾ കൊടുത്തു. നമുക്കറിയാം അറബികൾ പണ്ടെന്തായിരുന്നു, ഈ ഒട്ടകത്തിൻ്റെ മൂക്കേറ് പിടിച്ച് നടക്കല്ലായിരുന്നു. ലോകത്തിലെ നൊമാഡിക്കായ ഒരു വർഗമായിരുന്നു. 100-150 കൊല്ലം മുമ്പ് എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് അവരൊന്നുമല്ലായിരുന്നു. പക്ഷേ ഒന്നുമില്ല. അള്ള ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കേട് ചിലരൊക്കെ കാണിച്ചപ്പോൾ അള്ളാ വിശപ്പിൻ്റെയും ഭയത്തിൻ്റെയും വസ്ത്രം അവരണിയിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരെന്ന് പറഞ്ഞവര് ഭക്ഷണത്തിന് വേണ്ടി നെട്ടോട്ടമോടിയത് നമ്മൾ കണ്ടതാ. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സുണ്ടാകണം. അള്ളാഹിനോട് മാത്രമല്ല, മനുഷ്യന്മാരോട് പോലും നന്ദി കാണിക്കാൻ മതി. അനിഷ്കുർലി വലിവാലിദൈ, നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളോട് നന്ദി. ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനെയും നന്ദി കാണിക്കുന്നില്ല എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നതോടൊപ്പം മനുഷ്യരോടുമുള്ള ഒരു നന്ദി കാണിക്കണം. ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഒരു ഹദീസിൽ കാണാൻ കഴിയും. റസൂൽ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക വല്ലാഹി ഇന്നി ലഅഹബ്ബുക ലഉഹിബ്ബുക, തീർച്ചയായും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദേ, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഊസീക യാ മുആദ്, മുആദേ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശം? ലാ തതഅന്ന ഫീ ദുബ്രി കുല്ലി സലാത്തിൻ തഖൂൽ, ഓരോ നിസ്കാരത്തിന് ശേഷവും നീ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. ഓരോ നമസ്കാരത്തിന് ശേഷവും ഒരു കാരണവശാലും നീ ഉപേക്ഷിക്കരുത്. തഖൂൽ, നീ പറയുന്നത് ഉപേക്ഷിക്കരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ അഇന്നി അലാ ദിക്രിക, നിന്റെ ദിക്റിൽ എന്നെ നീ ഐശ്വര്യവാനാക്കണേ, വശുക്രിക, നിന്നോടുള്ള നന്ദിബോധത്തില്, വഹുസ്നി ഇബാദതിക, ഏറ്റവും നല്ല ഇബാദത്തുകളിൽ നീ എന്നെ ഐശ്വര്യവാനാക്കണേന്ന് പറയാതെ നീ ഒരു നിസ്കാരത്തിന് ശേഷവും അത് വിട്ടുപോകരുത്. നിസ്കാരത്തിന് ശേഷം ഉടൻ അല്ലാഹുവോട് പറയണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ആ നന്ദിബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ അള്ള തന്ന അനുഗ്രഹങ്ങളെയും നന്നായി കാണിക്കുകയൊക്കെ ചെയ്യാമെന്ന്, ധൂർത്തും പുകച്ചൊന്നും പാടില്ല എന്നേ ഉള്ളൂ. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതി അലാ അബ്ദി, ഒരടിമ അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ അനുഗ്രഹം ഇങ്ങനെ കാണിക്കണം. ഇത് എൻ്റെതാണെന്നല്ല കാണിക്കട്ടെ, എൻ്റെ അള്ള എനിക്ക് തന്നതാണിത്. നല്ല വസ്ത്രം അത് അള്ളാഹു തന്നതാണ്, നല്ല വീട് അള്ള തന്നതാണ്, നല്ല വാഹനം അള്ള തന്നതാണ്, എൻ്റെ അള്ളാഹിൻ്റെ നിയാമത്താണിത് എന്ന നിലക്ക് നമുക്കിത് പറയാൻ സാധിക്കുകയാണ് വേണ്ടത് എന്നതാണ്. ചുരുക്കത്തിൽ എപ്പോഴും ഒരു നന്ദിബോധമുള്ളൊരു മനസ്സ്. മൂന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞ് നമ്മുടെ അമലുകൾ കൊണ്ട്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കണം. അത് നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, ദീനിൻ്റെ സേവനങ്ങളിലൂടെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയണം.
നാളെ പരലോകത്ത് അല്ലാഹ് ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് നമ്മളോട് ചോദിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതേസമയം ആരെങ്കിലും അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ തീരുമാനിച്ചാൽ നന്നായി പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ വീണ്ടും വീണ്ടും അള്ളാഹ് വർദ്ധിപ്പിച്ചു തരും. നമുക്ക് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് സമ്പത്ത് കിട്ടിയാൽ നന്ദി കാണിക്കുക, അത് ചെലവഴിച്ചിട്ടും അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിയും മനസ്സിൽ നന്ദി സൂക്ഷിച്ചും അത് അള്ളാഹുവിൻ്റെതായി ഉദ്ഘോഷിച്ചുകൊണ്ടും നന്ദി രേഖപ്പെടുത്തിയാൽ അള്ളാഹ് അത് വർദ്ധിപ്പിച്ചു തരും. പലപ്പോഴും നമുക്ക് നിയമത്തുണ്ടായിട്ട് നമ്മൾ കൊടുക്കാത്തതിൻ്റെ കാരണം നിന്റെ മിടുക്കൊണ്ടുണ്ടായതാണെന്നുള്ള തെറ്റിദ്ധാരണയാണ്, പൊട്ടത്തരം ധാരണയാണ്. അല്ല, നിനക്കല്ല തൽക്കാലം തന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വർദ്ധിക്കും. അതേസമയം അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ നന്ദി കേടാക്കിയവരോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സങ്കേതം നരകമായിരിക്കും, അവരുടെ സങ്കേതം നരകമായിരിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റൻ വഅഹല്ലു ഖൗമഹും ദാറുൽ ബവാർ ജഹന്നമ യസ്ലൗനഹാ വബിഇസൽ ഖറാർ. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിച്ചവരെ കണ്ടില്ല, അവരുടെ സങ്കേതം നരകമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂൻ. മനുഷ്യൻ തീർച്ചയായും അല്ലാഹുവോട് നന്ദി കേട് കാണിക്കുന്നു. ഒരു കുതിരയെ വർണ്ണിച്ചിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, യജമാനിന് ഇത്തിരി മുതിരയും വൈക്കോലും കൊടുക്കുന്നതിന്റെ പേരിൽ ശത്രുസംഘത്തിലേക്ക് പ്രഭാതത്തിൽ തീപ്പൊരികൾ പാറിപ്പിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞ് യജമാനിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന പടക്കുതിര അവൽ ആദിയാത്ത് ലബ്ഹ ഫൽമുരിയാത്ത് ഖദ്ഹ ഫൽമുഗീറാത്ത് സുബ്ഹ ഫാസർന ബിഹി നഖ്വ ഫവസത്ന ബിഹി ജംഅ. ആ കുതിര യജമാനിന് വേണ്ടി ഇങ്ങനെ പാടുപെട്ടിട്ടും ഈ കുതിരയെയും വൈക്കോലും മുതിരയും ഒക്കെ തന്ന അള്ളാഹിനോട് മനുഷ്യൻ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂൻ നന്ദി കേട് കാണിക്കുന്നു. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിനോടുള്ള നന്ദി ബോധത്തിൽ ജീവിതത്തെ രൂപപ്പെടുത്തുമ്പോൾ പല മഹാന്മാരെ കുറിച്ച് പറയുന്നത് അവരുടെ വായിൽ എപ്പോഴും വന്നിരുന്നൊരു വാചകം ഈ നന്ദി ബോധത്തിൽ നിന്ന് അൽഹംദുലില്ലാ 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 എന്നതായിരുന്നു. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന നന്ദി ബോധമുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ